വണ്ടിപ്പെരിയാർ വാളാടി ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും നടന്നു. പറയുമ്പോഴത്തേക്കും ഇത്രയും കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഗാന്ധിനഗർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാലമായിട്ട് വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മെമ്പർ ആയതിനു ശേഷം അല്ലെങ്കിൽ വോട്ട് ചോദിച്ചു വരുമ്പോഴാണ് നിങ്ങളെ എല്ലാം ഒന്ന് കണ്ട് പരിചയപ്പെടാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മരണമോ അതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വന്തം വീട്ടിലെ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കാണുന്നതും ആ വീട്ടിലെ ഒരു പരിപാടി കടന്ന് തീരുന്നവരെ സ്വന്തം കുടുംബക്കാർ വിട്ടിട്ട് പോയാൽ പോലും ഈ അസോസിയേഷനിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് നിന്ന് ആ കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ വളരെയധികം നമുക്കൊരു സന്തോഷമാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിൽപ്പന മാത്രമല്ല, കാർഷിക വിള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തന്നെ നിങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച വില നൽകി വാങ്ങുകയും ചെയ്യുന്നു. പ്രീമിയം ക്വാളിറ്റി മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിശ്വസ്ത കേന്ദ്രം ഇനി വണ്ടിപ്പെരിയാറിലും. റുവ സ്പൈസസ്, കക്കിക്കവല ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. ഗുണമേന്മയുടെ രുചി, വിശ്വാസത്തിന്റെ വില. റുവ സ്പൈസസ്. വണ്ടിപ്പെരിയാർ വാളാടി ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗമാണ് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ അംഗം കൂടിയായ ജോസഫ് ഇഡിയുടെ വസതിയിൽ വെച്ച് കൂടിയത്. 2023 മുതൽ 26 വരെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല. വയനാട് ദുരന്തം, ചികിത്സാ സഹായം, വിവിധ പരിപാടികൾ എന്നിവയ്ക്ക് ഏകദേശം 2 ലക്ഷം രൂപയാണ് അസോസിയേഷൻ ചെലവാക്കിയത്. ഇതിന്റെ വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും സെക്രട്ടറി പോൾ രാജ്, ട്രഷറർ സ്റ്റെലിൻ കെ ഡി എന്നിവർ അവതരിപ്പിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് രംഗയ്യ അധ്യക്ഷനായിരുന്നു. യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഡയാലിസിസ് പേഷ്യന്റ് എല്ലാം നിലവിലുണ്ട്. ഒത്തിരി പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഡയാലിസിന് 1000 രൂപ വെച്ച് 4 ഡയാലിസിന് ഒരു മാസം 4000 രൂപ വെച്ച് വരെ ഗുണപ്രദം നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ അയലോകത്തിലുണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ സമൂഹത്തിൽ കണ്ടെത്തി, അതായത് ഗ്രാമസഭ കൂടുമ്പോഴത്തേക്കും മെമ്പർമാരുടെ കയ്യിൽ കൊടുത്ത് അത് ചെയ്യിപ്പിക്കണം. ഭിന്നശേഷിക്കാർക്കായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഞാനിപ്പോ കയറിയതിനു ശേഷം തന്നെ 6 പേർക്ക് മുച്ചക്ര വാഹനവും ഒരാൾക്ക് ഒരു ഇലക്ട്രിക് വീൽ ചെയറും കൊടുക്കാൻ സാധിച്ചു. ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീൽ ചെയറിന്റെ വില 1.25 ലക്ഷം രൂപ. അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ട്, പഞ്ചായത്ത് മെമ്പർ നമ്മുടെ സ്വന്തം സഹോദരനാണ്, എന്ത് നമ്മൾ വാങ്ങിക്കണമെങ്കിലും ഗ്രാമസഭ ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയേ പറ്റൂ. അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ധനസഹായമുണ്ട്. അപ്പൊ ഇത് താഴെത്തട്ടിൽ കുറെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ സത്യം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ നമ്മൾ സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഗവൺമെന്റ് സ്റ്റാഫുകളാണ് ഏറ്റവും കൂടുതൽ. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിൽ നിന്നും 2 ലക്ഷം രൂപയും ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം രൂപയും അസോസിയേഷന്റെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നന്നാക്കുന്നതിനായി അനുവദിച്ചതായി ജനപ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 21 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രസിഡന്റ് ജിമ്മിച്ചൻ പുലിത്തട്ട, വൈസ് പ്രസിഡന്റ് വിജയകുമാരി ഉദയസൂര്യൻ, സെക്രട്ടറി പോൾ രാജ് കെ, കാഷ്യർ സ്റ്റെലിൻ കെ ഡി എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അസോസിയേഷനിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.